ശ്രീനിവാസ സാർ മരിച്ചതിന് ശേഷമാണെങ്കിലും ജയറാം ഏട്ടൻ എത്തിയില്ല. ജയറാം ഏട്ടനെ കണ്ടിട്ടില്ല. വീട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോൾ അയാൾ വന്നില്ലല്ലോ ഇയാൾ വന്നില്ലല്ലോ എന്നൊന്നും പറയുന്നില്ല. എന്താണെന്ന് അറിയില്ല. അവിടെ ഒന്നും അതിനെക്കുറിച്ച് ഞങ്ങളാരും ചർച്ച ചെയ്തിട്ടില്ല. മരിച്ചെന്നും അന്ന് രാത്രിയും പിറ്റേന്നും ഇന്നലെയും ഉൾപ്പെടെ ആളുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുക. അല്ല, എല്ലാവരും അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയറാം ഏട്ടനും ശ്രീനിവാസ സാറും ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, എന്നിട്ട് കൂടി എത്തിയില്ല. പ്രശ്നങ്ങളൊന്നും ആരുമായിട്ട് അങ്ങനെ ഇല്ല. പുള്ളി എല്ലാം തുറന്നു പറയുന്ന ഒരാളാണെങ്കിലും ഒരാളുമായിട്ടും അങ്ങനെ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഇതിന് കർമ്മിയായിട്ട് നിന്ന ഒരാൾ. അദ്ദേഹം ക്ഷണിച്ചതല്ല, ആരും പറഞ്ഞതല്ല, നേരിട്ട് ഒരു കർമ്മ ഏറ്റെടുക്കുകയായിരുന്നു. ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് എന്താ ചേട്ടൻ പറയാം? സ്വാമിനെ എനിക്കറിയില്ല. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇദ്ദേഹം പുറത്ത് മാത്രമാണ് നിന്നത്. നമ്മളുടെ കർമ്മി അകത്തുണ്ടായിരുന്നു, ഇദ്ദേഹം പുറത്തായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് അങ്ങോട്ട് ചെല്ലാനും ചോദിക്കാൻ അത്രയ്ക്കും തിക്കും തിരക്കും ബഹളം ആയതുകൊണ്ട് ഒരവസരം കിട്ടിയില്ല. നമ്മളിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നില്ല. നമ്മൾ കൊണ്ടുവന്ന ശാന്തി കൃത്യമായിട്ട് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് അദ്ദേഹം അവരുടേതായിട്ടുള്ള ദക്ഷിണയും വാങ്ങിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസ സാർ എല്ലാവരെയും സഹായിക്കുന്ന ഒരു പ്രകൃതക്കാരനാണെന്ന് പറഞ്ഞു. എത്രത്തോളമാണ് വിനീതേട്ടനും ധ്യാൻ ചേട്ടനും ആ ഒരു സ്വഭാവം ലഭിക്കും? അവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം അവരും സഹായ മനസ്സ് രണ്ടുപേർക്കുണ്ട്. അത് പണം കൊണ്ട് മാത്രമല്ല, അല്ലാതെയും പല രീതിയിലും സഹായിക്കാം. പണം കൊണ്ട് സഹായിക്കും, അല്ലാതെയും സഹായിക്കും. ഇപ്പൊ ഈ സിൻ സാർ മരിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു 2 പേര്, ഒരുപാട് പേര് വീട്ടിൽ കാണാൻ വരുമായിരുന്നു. അതിൽ പരിചയമുള്ളവരില്ലാത്തവരുണ്ട്. അതിൽ 2 പേര് വന്ന സഹായം ചോദിക്കാനായിരുന്നു. വിനീത് പൈസ കൊടുത്ത് വിടുകയും ചെയ്തു. ആരാണെന്നോ ഏതാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. അദ്ദേഹത്തിന്റെ സഹായങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിഞ്ഞതാണ് ഡ്രൈവറായിട്ട് ഉണ്ടായിരുന്ന ഷിനോജേട്ടന് ഒരു വീട് വെച്ച് നൽകി. അവരങ്ങനെയാണ്. അവരുടെ വീട്ടിലുള്ള എല്ലാവരുടെയും സാധാരണ ഒരു ആളുകളെ പോലെയാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിൽ, അപ്പോൾ വിനീതും ധ്യാനമാണെങ്കിൽ എല്ലാവരുടെയും മക്കളായിട്ടായിരിക്കും മറ്റുള്ളവർ കാണുന്നത്. കണ്ടിട്ടില്ലാത്തവർ പോലും അവരങ്ങനെ കാണുന്നത്. സാറ് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ മക്കളൊക്കെ അങ്ങനെ അടുത്തുണ്ടായിരുന്നില്ല. ഇവിടെ എറണാകുളം എത്തിയാൽ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വീട്ടിലുണ്ടാവും. ഇപ്പോൾ വിനീതാണെങ്കിലും ചെന്നൈയിലാണ്, അല്ലെങ്കിലും വിനീതും ഫാമിലിയും എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകും. ഇങ്ങനൊരു മരണം എന്ന് പറയുന്നത് നമ്മളാരും എക്സ്പെക്ട് ചെയ്ത തരത്തിലേക്കൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ മരിക്കുമെന്നുള്ള നമുക്ക് ആർക്കൊരു ചിന്തപ്പാടില്ലായിരുന്നു. എത്രത്തോളം മാഡത്തിന് ഓക്കെ ആകാൻ പറ്റുമെന്നാണ് ചേട്ടൻ കരുതുന്നത്? കാരണം എന്ന് പറയുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് സ്വാഭാവികമായിട്ടും നേരിട്ട് കാണാത്ത പ്രേക്ഷകരായിട്ടിരിക്കുന്നവർക്ക് പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന 24 മണിക്കൂർ ഒപ്പം ഉണ്ടായിരുന്ന ഭാര്യ എന്ന നിലയിൽ മാമിനത് എത്രത്തോളം ഓക്കെ ആകാൻ പറ്റും എന്നാണ് ചേട്ടൻ കരുതുന്നത്? ഇപ്പോൾ എന്താ പറയുക ചേച്ചി, ഇപ്പോഴും ഒരു ഇങ്ങനൊരു അവസ്ഥയിലുള്ളത്. അതിന് ശരിയായി വരും എന്നാണ്. കാരണം നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അതിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നാളെ ചേച്ചി ഇങ്ങനെയാവും, അല്ലെങ്കിൽ അങ്ങനെയാവും, അല്ലെങ്കിൽ വിനീത് ഇങ്ങനെയാവും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നാലും ആ വിഷമം എല്ലാം ഉണ്ട്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ശ്രീനിവാസ സാറിൻ്റെ കൂടെ ഏകദേശം 23 വർഷമായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്ന ആന്റണി ഇടക്കൊച്ചി സാറ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് കൂടി നിരവധി സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. സാർ ഏകദേശം 23 വർഷമായിട്ട് ശ്രീനിവാസ സാറിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ തുടക്കം? എനിക്ക് തോന്നുന്നു ഉദയനാറായത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന സമയത്ത് സംവിധായകൻ റോഷാൻഡ്രു സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹമാണ് ആദ്യമായിട്ട് തന്നെ സിൻ സാറിനെ പരിചയപ്പെടുത്തി തരുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് പിന്നെ ഓരോ കാര്യങ്ങളും വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്ത് അങ്ങനെ ഒരു സൗഹൃദം അവിടെ ഉണ്ടാവുകയാണ്. പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തോടും ഒരടുപ്പം ഉണ്ടാവുകയും പിന്നെ എന്താ പറയുക, കൂടെ പല കാര്യങ്ങളിലും മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. അതെ, കൂടെ തന്നെ ഉണ്ടായിരുന്നു. കൂടെ തന്നെ ഉണ്ടായിരുന്നു. 24 മണിക്കൂർ അങ്ങനത്തെ ഇതല്ല. കാരണം ഒരു സാലറി സ്റ്റാഫ് ആയിട്ടല്ല, ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ സിനിമകൾ മാനേജറായിട്ടും പിന്നീട് എക്സിക്യൂട്ടീവായിട്ടും പിന്നീട് സിനിമയിൽ തന്നെ സിനിമയെ തട്ടത്തിന് എന്ന് പറയുന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ഈ ഒരു സാറിന്റെ സിനിമ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ തന്നെ നോക്കി നടത്തുന്ന ചേട്ടനായിരുന്നു. അങ്ങനെ സിനിമയുടെ കാര്യങ്ങൾ അദ്ദേഹം തന്നെ നേരിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അതായിരുന്നു പുള്ളിക്ക് ഇഷ്ടം.
പക്ഷെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയും എന്നല്ലാതെ ഒഫീഷ്യലായിട്ടൊരു മാനേജറെ ഇന്നവരെ പുള്ളി പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നെല്ലാ താരങ്ങൾക്കും മാനേജേഴ്സ് ഉണ്ട്, പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഇല്ല. പിന്നെ പലരും ഞാൻ മാനേജറാണെന്നോ സെക്രട്ടറി ആണെന്നോ ഒക്കെ പറയാറുണ്ട്. അതൊക്കെ അൺഒഫീഷ്യലാണ്. ഒഫീഷ്യലായിട്ട് അങ്ങനെ ഇല്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ ശ്രീനിവാസ സാറിന്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഇടപെടുന്നത് ചേട്ടനായതുകൊണ്ടായിരിക്കുമല്ലേ ഒരു അൺഒഫീഷ്യൽ മാനേജർ എന്നുള്ള. പലരും പറയുന്നു, ഞങ്ങൾ പറയാറില്ല. പലരും അദ്ദേഹത്തോട് വന്ന് ചോദിക്കും, നിങ്ങളുടെ മാനേജർ ഉണ്ടോ, നിങ്ങളുടെ സെക്രട്ടറി എന്ത് ചെയ്യും? പിന്നെ പല ഫോൺ കോളുകൾ വരുമ്പോഴും ശ്രീനിവാസ സാറിന്റെ മാനേജർ അല്ലേ, സെക്രട്ടറി അല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, സീനിയറോട് ചോദിച്ചാൽ അദ്ദേഹം പറയും എൻ്റെ സുഹൃത്താണ്. എവിടെയെങ്കിലും ഫോണിൽ വിളിച്ചു പറയുമ്പോഴും പറയണത് എൻ്റെ കുടുംബ സുഹൃത്താണ് ആന്റണിയാണ്. അതുപോലെ തന്നെ വിമല ചേച്ചിയും വിനീതും ധ്യാനും എല്ലാവരും അതേപോലെ തന്നെയാണ്. ആ കുടുംബത്തിലൊരു അംഗമായിട്ടാണ് ഞാൻ ഈ നിമിഷം വരെ ഉള്ളത്, അന്ന് മുതൽ ഇന്ന് വരെ. അദ്ദേഹത്തിന് കറക്റ്റ് ഈ ഒരു അസുഖം തുടങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണ ഷുഗർ നേരത്തെ ഉണ്ടെങ്കിലും കാര്യമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് സർജറി ചെയ്തതോടുകൂടിയാണ്, ഒരു സ്ട്രോക്ക് വന്നതോടുകൂടിയാണ് ബോഡി ഒന്ന് വീക്കായി തുടങ്ങിയത്. പിന്നീടാണ് കുറച്ച് വീക്കായത്. അതിനിടക്കും അതിനുശേഷവും കുറുക്കൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. പിന്നെ എഴുത്തുണ്ടായിരുന്നു, ഡിസ്കഷൻ നടക്കും, അത്യാവശ്യം എഴുത്ത് നടക്കും. ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ അതിനു മുന്നേ നടന്നതാണ് ഞാൻ പ്രകാശൻ. ഇതായതിനു ശേഷം, സ്ട്രോക്ക് വന്നതിന് ശേഷം പിന്നെ കുറുക്കൻ എന്ന് പറഞ്ഞ സിനിമ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. എങ്കിലും പല സിനിമകളുടെയും ഡിസ്കഷനും മീറ്റിങ്ങുകളൊക്കെ വീട്ടിൽ തന്നെയാണ് നടത്തിയിരുന്നത്. പിന്നെ വീട് വിട്ട് അധികം പോയിട്ടില്ല. കുറുക്കൻ എന്ന് പറയുന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നെങ്കിൽ എനിക്കൊന്ന് ഡബ്ബിംഗ് ഒന്നും സാറിനെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല എന്ന് തോന്നുന്നു. അത് സാറ് തന്നെ ചെയ്തതാണ്. അത് പല സമയമെടുത്തു. സാധാരണ ചെയ്യണ പോലെ ഓടിപ്പോയി ചെയ്തതല്ല, റിപ്പീറ്റ് ചെയ്ത് ടൈം എടുത്തു ചെയ്തതാണ്. അതെ. അതിനുശേഷം പിന്നെ ചിത്രത്തിൽ അഭിനയിക്കണം എന്നൊരു താല്പര്യം അങ്ങനെ ഉണ്ടായിരുന്നോ? താല്പര്യം ഉണ്ടായിരുന്നു, പലതും പറഞ്ഞിരുന്നു. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഇവിടെ ഡയാലിസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും വിട്ടു പോകാൻ പറ്റില്ലല്ലോ. പലതും ലൊക്കേഷൻ പല സ്ഥലങ്ങൾ, മലമ്പുഴ, മൂന്നാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ നിന്ന് വിട്ടു പോകാനായിട്ട് അത് വേണ്ട എന്നുള്ളത് സിനിമ വിമല ചേച്ചിയും വിനീതും എല്ലാം അങ്ങനെ ഒരു തീരുമാനം എടുത്തതായിരുന്നു. ഈ ഒരു മരണസമയത്ത് ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നു? ഞാൻ മരിക്കുന്നതിന്റെ തലേ ദിവസം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പിരിയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇൻകം ടാക്സ് ഫയലിങ്, പിന്നെ കുറച്ച് പേഴ്സണൽ പേപ്പർ വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എല്ലാം നാളെ വന്നിട്ട് രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് കോള് വരുന്നത്. ഇന്നവരെ പെട്ടെന്ന് ബ്രീത്തിങ് കൂടി. അപ്പോൾ അമൃതയിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷേ തൃപ്പൂണിത്തുറ എത്തിയപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കയറ്റുമായിരുന്നു. കാരണം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കയറ്റി ഓക്സിജൻ പ്രശ്നമാണല്ലോ. അപ്പൊ അതിനുവേണ്ടി കയറ്റി. പക്ഷെ അവിടെ എത്തിയപ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വെച്ച് തന്നെ? വീട്ടിൽ വെച്ചെന്ന് പറയാൻ പറ്റില്ല. ഓൺ റോഡ് ഡെത്ത് എന്നാണ് നമ്മൾ ഡെത്ത് സർട്ടിഫിക്കറ്റിലെല്ലാം എടുത്തിരിക്കുന്നത്. അതെടുത്ത് കഴിയുമ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത്. കാരണം ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ മരിച്ചുകൊണ്ട് ഓൺ റോഡ് ഡെത്ത് ആണ്. അതെ, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചിരുന്നു. ബ്രീത്തിങ് പ്രശ്നം വന്നിട്ട് ഇതായതാണ്. പക്ഷെ ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു. കാരണം മുന്നേ ഇങ്ങനെ അസുഖങ്ങൾ വരും, ഇത് പല പ്രാവശ്യം ഇതേപോലെ വരികയും ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ തലേ ദിവസം സംസാരിക്കുമ്പോഴും നല്ല പോസിറ്റീവായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഇരുന്നിരുന്നത്. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു മരണം സംഭവിക്കുന്ന സമയത്ത് സാറിന്റെ കൂടെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? അത് ഡ്രൈവർ ഷിനോജ് ഉണ്ടായിരുന്നു, പിന്നെ അവിടെ അടുത്തുള്ളൊരു കക്ഷി ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, അവരെല്ലാം ഉണ്ടായിരുന്നു. അതായത് പക്ഷേ അതെ, സാറ് നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ മക്കളൊക്കെ അങ്ങനെ അടുത്തുണ്ടായിരുന്നില്ല. അല്ല, മക്കള് വിനീത് ചെന്നൈക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പൊ തിരിച്ചു വന്നു. ഹോസ്പിറ്റലിൽ തന്നെ വന്നു. ധ്യാനും ഷൂട്ടില് കോഴിക്കോട് എന്തോ ഷൂട്ടിന്റെ ഇതായിരുന്നു. അപ്പോൾ ധ്യാനും എത്തി. അങ്ങനെ എല്ലാവരും അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തി. പിന്നെ വീട്ടിലും എല്ലാത്തിനും ഒരു കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസമൊക്കെ എല്ലാവരും വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എത്തി. അവര് ഇവിടെ എറണാകുളം എത്തിയാൽ അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീട്ടിലുണ്ടാവും. ഇപ്പൊ വിനീതാണെങ്കിലും ചെന്നൈയിലാണ് ഉള്ളതെങ്കിലും വിനീതും ഫാമിലിയും എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകും. പിന്നെ ധ്യാന്റെ ഫാമിലി ഇവിടെയും തിരുവനന്തപുരമായിട്ട് മാറി മാറി നിൽക്കുന്നുണ്ട്. മിക്കവാറും അവരിവിടെ കാണും. ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതെ, ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ കൂടിയും സാർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുകയും, അതായത് ഇങ്ങനൊരു മരണം എന്ന് പറയുന്നത്
നമ്മളാരും എക്സ്പെക്ട് ചെയ്ത തരത്തിലേക്കൊരു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മരിക്കുമെന്നുള്ള നമുക്ക് ആർക്കൊരു ചിന്തപ്പാടില്ലായിരുന്നു. കാരണം നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു, സംസാരിക്കുമായിരുന്നു, അവസാനം വരെ എന്ത് കാര്യത്തിനും പ്രതികരിക്കുമായിരുന്നു, ആരുടെ കാര്യമാണെങ്കിലും തമാശകൾ പറയുമായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതാണ് സംഭവം. അതെ. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണെങ്കിലും ഒരുപാട് പേര് കാണാനെത്തി, ഒരുപാട് പേര് അന്ത്യാഞ്ജലി അർപ്പിക്കാനൊക്കെ എത്തിയിരുന്നു. പക്ഷെ അതിനിടയിലും എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ജയറാം ഏട്ടൻ എത്തിയില്ല എന്നുള്ളൊരു കാര്യം. അദ്ദേഹം എന്തോ ഷൂട്ടിംഗ് തിരക്ക് കാരണം എത്തിയില്ല. അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല. അവിടെ ഒന്നും അതിനെക്കുറിച്ച് ഞങ്ങളാരും ചർച്ച ചെയ്തിട്ടില്ല. മരിച്ചെന്നും അന്ന് രാത്രിയും പിറ്റേന്നും ഇന്നലെയും ഉൾപ്പെടെ ആളുകൾ വന്ന് പോയിക്കൊണ്ടിരിക്കുക. അത് പിന്നെ മീഡിയാസ് ഇല്ലാത്തതുകൊണ്ട് വന്നു പോകണ ആരൊക്കെയെന്ന് പലർക്കും അറിയില്ല. ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. അത് സിനിമാ താരങ്ങൾ മാത്രമല്ല, പൊളിറ്റിക്കൽ സൈഡിലുള്ള എല്ലാ പാർട്ടിയുടെയും, അതായത് കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും BJPയുടെ ഒക്കെ പലരും വന്നു പോകുന്നുണ്ട് പാർട്ടിപരമായിട്ട്. അതല്ലാതെ കുടുംബക്കാര്, പിന്നെ പഴയ സുഹൃത്തുക്കള്, അത് ചെന്നൈയിൽ നിന്നും പല സ്ഥലങ്ങളിലൊക്കെ വിദേശത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അതെ. ഈ ജയറാമേട്ടൻ വന്നിരുന്നു അതിനുശേഷം? ജയറാമേട്ടനെ കണ്ടിട്ടില്ല. പുള്ളി എന്തോ തിരക്കിലും കാര്യങ്ങളിലും ആയിരുന്നു എന്നാണ് അറിഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ അവിടെ ആര് വന്നു ഉള്ളത് നോക്കുന്നില്ലല്ലോ. ഇന്നാള് വന്നൊന്നും അത് പുറത്തുള്ള ആളുകൾ ചോദിക്കുന്നതല്ലേ. വീട്ടിലുള്ള ആളുകൾക്ക് ഇപ്പൊ അയാൾ വന്നില്ലല്ലോ ഇയാൾ വന്നില്ലല്ലോ എന്നൊന്നും പറയുന്നില്ല. അതിനുള്ള സമയം അല്ല, എല്ലാവരും അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയറാമേട്ടനും ചിലപ്പോൾ വരുമായിരിക്കും. ശ്രീനിവാസ സാറും ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്, എന്നിട്ട് കൂടി എത്തിയില്ല എന്നുള്ളൊരു. ഇല്ല, അവര് തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആരുമായിട്ട് അങ്ങനെ ഇല്ല. പുള്ളി എല്ലാം തുറന്നു പറയുന്ന ഒരാളാണെങ്കിലും ആരുമായിട്ടും ഒരാളുമായിട്ടും അങ്ങനെ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ അത് രാഷ്ട്രീയ പാർട്ടി ആണെന്നുണ്ടെങ്കിലും എല്ലാ പാർട്ടിക്കാരുടെയും ആളുകളോടെ വിളിക്കാറുണ്ട്, വരാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരാറുണ്ട്, BJPയുടെ വരാറുണ്ട്, കോൺഗ്രസിന്റെ വരാറുണ്ട്. അവരെല്ലാവരും പുള്ളിക്ക് വലിയ ഇഷ്ടവുമാണ്. പിന്നെ പുള്ളി എന്തെങ്കിലും കണ്ടാൽ, ഇഷ്ടപ്പെടാതെ കണ്ടാൽ തുറന്നു പറയുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാവരെയും പുള്ളിക്ക് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ സിനിമാ രംഗത്തും ഇഷ്ടമായിരുന്നു. പിന്നെ സത്യനന്ദിക്കാട് സാറാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളും, എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്നതും. ഇപ്പൊ മരിച്ചപ്പോഴാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് പുള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു. അതുപോലെ തന്നെയാണ് വേറൊരു വിവാദം സൃഷ്ടിച്ചൊരു സംഭവമാണ്, അതിന് കർമ്മിയായിട്ട് നിന്ന ഒരാള്. അദ്ദേഹം ക്ഷണിച്ചതല്ല, ആരും പറഞ്ഞതല്ല, നേരിട്ട് ഒരു കർമ്മ ഏറ്റെടുക്കുകയായിരുന്നു. ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് എന്താ ചേട്ടന് പറയാനുള്ളത്? അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ശ്രീനിയേട്ടന് ഇങ്ങനത്തെ കാര്യങ്ങളും താല്പര്യം. പക്ഷെ വിമല ചേച്ചി അത്യാവശ്യം അമ്പലത്തിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഈ ചടങ്ങിന് ഒരു കർമ്മി, ഒരു ലൈറ്റായിട്ടൊരു കർമ്മി, അല്ലാതെ വെറുതെ ഒന്നുമില്ലാതെ നമ്മൾ തന്നെ എടുത്ത് പട്ടടയെ വെക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി വേണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെയാണല്ലോ തയ്പ്പിച്ചത്. അപ്പൊ അത് ഒരു രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് അരൂരുള്ളൊരു ശാന്തിനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തത്. അതെന്റെ അടുത്തുള്ളൊരു സുഹൃത്ത് വഴി വിളിച്ച് അറേഞ്ച് ചെയ്തത്. അദ്ദേഹം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. ഇതിനിടയ്ക്ക് ഈ സ്വാമീനെ എനിക്കറിയില്ല. ഞാൻ ഓർത്തത് ചിലപ്പോൾ അമൃത മഠത്തിൽ നിന്നൊക്കെ പലരൊക്കെ അങ്ങനെ വന്നൊക്കെ പോകാറുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. അപ്പോൾ അതേപോലെ ഇനി ആരെങ്കിലും അവിടെ നിന്ന് വന്നതാണോ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും അറേഞ്ച് ചെയ്താണോ? കാരണം നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇദ്ദേഹം പുറത്ത് മാത്രമാണ് നിന്നത്. നമ്മളുടെ കർമ്മി അകത്തുണ്ടായിരുന്നു, ഇദ്ദേഹം പുറത്തായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് അങ്ങോട്ട് ചെല്ലാനോ ചോദിക്കാനോ അത്രയ്ക്കും തിക്കും തിരക്കും ബഹളം ആയതുകൊണ്ട് ഒരവസരം കിട്ടിയില്ല. നമ്മളിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നില്ല. നമ്മൾ കൊണ്ടുവന്ന ശാന്തി കൃത്യമായിട്ട് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് അദ്ദേഹം അവരുടേതായിട്ടുള്ള ദക്ഷിണയും വാങ്ങിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അത് രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ അരൂരുള്ളൊരു ശാന്തിയായിരുന്നു. അതെ. അതിനുശേഷം ഇപ്പോ വീട്ടില് സാറിന്റെ വൈഫ് മാത്രമാണോ അതോ? അല്ല, അവര് വിനീതും ഫാമിലിയും ധ്യാനും ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അതിപ്പോ ഇനിയിപ്പോ അവര് വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1-ാം തീയതി വരെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം വിനീത് ഇപ്പൊ ചെന്നൈയിൽ കുട്ടികളോട് പഠിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ വിനീത് ഇപ്പൊ നാളെ എത്തും, വീട്ടിലുണ്ടാവും. ധ്യാനും ഫാമിലിയും ഇപ്പോഴും ഉണ്ട്. കുട്ടി പഠിക്കുന്നത് തിരുവനന്തപുരത്താണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകണം. പക്ഷെ അവർ പോയിട്ടില്ല ഇതുവരെ. ശരിക്കും ഇന്നലെ ക്ലാസ് തുറന്നു, അതിനും പോയിട്ടില്ല. കാരണം അവർക്ക് പോകാൻ തോന്നുന്നില്ല. അവർക്ക് മനസ്സിന് എല്ലാവർക്കും നല്ല വിഷമവും സങ്കടം ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ആരെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും. അമ്മനെ ഒറ്റയ്ക്കാക്കിയിട്ട് അവര് പോയില്ല, അവര് നിൽക്കില്ല. എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ഉണ്ടാവും. പിന്നെ ചേച്ചിയുടെ മക്കളും ചേച്ചിയും അവരെല്ലാവരും ഇങ്ങനെ മാറി മാറി വന്നു പോകുന്നുണ്ട്. ചേച്ചി അങ്ങനെ ഒരു ഒറ്റപ്പെടലില്ല. മാഡത്തിന്റെ റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഉണ്ട്, അവിടെ പലരും ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇനി മുന്നോട്ട് പോകുമ്പോഴുള്ള കാര്യങ്ങൾ അത് ആലോചിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാമല്ലോ. അറിവറിയായിട്ടൊന്നും ചെയ്യുന്നില്ല. ചേച്ചി ഇപ്പൊ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. വിനീതനോ ധ്യാൻ ചേട്ടനോ അവരുടെ അടുത്തേക്ക് ചെല്ലണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ? അങ്ങനത്തെ അഭിപ്രായങ്ങളൊന്നും ഇപ്പൊ ഇതേവരെ ഒന്നും
അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ, അവരിവിടെ ഉണ്ട്, നിൽക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓരോ അവരുടെയും ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ധ്യാനും ഫാമിലി അല്ലേ തന്നെ ഇവിടെ മിക്കവാറും ഉണ്ടാകുമായിരുന്നു. അവർ അർപ്പിതയും കുട്ടിയും ധ്യാനും കൂടി വരും. വിനീതും സമയം കിട്ടുമ്പോൾ അവർ ഫാമിലി ആയിട്ട് വന്നിട്ട് വീട്ടിലുണ്ടാവും. അവർ ഇവരോട് വരും. അവിടെ നേരെ ചെന്നിന്ന് വന്ന് നിന്നിട്ട് പോകും. ഇപ്പൊ കഴിഞ്ഞ പൂജാ ഹോളിഡേയ്സിന് അവരെല്ലാവരും കുറേ ദിവസങ്ങളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഇത് വരുമ്പോൾ ഒരു 10 ദിവസമൊക്കെ എല്ലാവരും കൂടി അടിച്ചു പൊളിയാ ഇവിടെ. വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. വരും എല്ലാവരും വരും. അതെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് എല്ലാ തിരക്കും മാറ്റി വെച്ച് ഒരുമിച്ച് കൂടാറ്. അതെ. പിന്നെ അവിടെ സീനിയറിനുള്ള സമയത്ത് അവർ രണ്ടുപേരും കൂടിയാണല്ലോ പോക്കും കാര്യങ്ങളും എല്ലാം. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ വിമല ചേച്ചിയും ഞാനും കൂടെ പോവാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പോയിരുന്നു വെച്ചത് അടുത്തിടക്ക് വരെ. അതേപോലെ തന്നെ വിനീതേട്ടൻ്റെ മകനെ ആണെങ്കിലും ധ്യാൻ ചേട്ടൻ്റെ മകളെ ആണെങ്കിലും കൊച്ചുമക്കളോടുള്ള ഒരു സ്നേഹം എങ്ങനെയായിരുന്നു? അവരെല്ലാം വലിയ സ്നേഹമായിരുന്നു, അവർക്കും വലിയ സ്നേഹമായിരുന്നു. എല്ലാവരും കണ്ടതാണല്ലോ, ആ കുട്ടികളുടെ കരച്ചിലും എല്ലാം കണ്ടതാണല്ലോ. അവരുടെ ആരും പറഞ്ഞ് ചെയ്യിപ്പിച്ചല്ലോ, അവരുടെ എല്ലാവരും ഉള്ളിൽ നിന്ന് വന്ന സാധനമാണ്. മീഡിയാസ് ഉള്ളത് കൊണ്ട് എല്ലാവരും കണ്ടു. അതെ, അതുപോലെ തന്നെ എല്ലാവർക്കും അതെ വിനീതേട്ടൻ്റെ വിഷമങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എങ്കിൽ പോലും ധ്യാൻ ചേട്ടനെ നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാവരെയും ഇങ്ങനെ ഫണ്ണാക്കി നിന്ന് മാത്രമേ നമ്മൾ ധ്യാൻ ചേട്ടനെ കണ്ടിട്ടുള്ളൂ. ധ്യാൻ ചേട്ടൻ പൊട്ടിക്കരയായിരുന്നു ആ ഒരു അവസരത്തിൽ. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് എല്ലാവരും കമന്റ് സെക്ഷനിലാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ടേന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. ധ്യാൻ ചേട്ടൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു അതിനുശേഷം? അല്ല, അവരെല്ലാവരും പെട്ടെന്നുള്ളൊരു ഇതല്ലേ, അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് പുറത്ത് കണ്ടത്. കാരണം ജീവിച്ചിരിക്കുമ്പോൾ തമാശകൾ പറയുകയും കൗണ്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. പക്ഷെ എന്താണെന്നുള്ളത് എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ അല്ലാത്തവർക്കും ഇത് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു ദിവസങ്ങളായിരുന്നു ആ 2 ദിവസങ്ങൾ. പിന്നീട് ഇനിയിപ്പോൾ എല്ലാത്തിനോടും പൊരുത്തപ്പെട്ട് വരണമല്ലോ. കാരണം ശ്രീനി സാർ എന്ന് പറഞ്ഞ ഒരു നന്മകൾ നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു സിനിമാക്കാരനായിട്ടല്ല, ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് പലർക്കും പല ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. അത് പലതും പുറത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പം എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ പോലും പുറത്ത് പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല, അതിനി പറയാനും പോകില്ല. അല്ലാത്ത ചില കാര്യങ്ങൾ ഓക്കെ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പല സഹായങ്ങൾ ചെയ്തതും അവർക്ക് പോലും ഇന്നും അറിയില്ല അത് ശ്രീനി സാർ ചെയ്തതാണ്. സഹായം കിട്ടി, അവരുടെ കാര്യം നടന്നു. അപ്പം അങ്ങനെ ഒരുപാട് അതിപ്പോൾ എൻ്റെ അറിവിലുള്ളതും അതല്ലാതെ പുറത്തുള്ള പലരും ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്തു, ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോഴാണ് പലരും അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പള്ളിയിൽ പോകുന്നത് അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല, നമ്മളൊരാളെ സഹായിക്കുകയും സ്നേഹിക്കുകയും അവന് വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതാണ് എനിക്കും അതൊരു നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ പലരും അങ്ങനെയാണല്ലോ, എല്ലാം ഉണ്ടാവും പക്ഷെ സഹായം ഉണ്ടാവില്ല. ഇത് പക്ഷേ പുള്ളി അങ്ങനെ അമ്പലത്തിൽ പോകില്ല, പള്ളി പോകില്ല, പക്ഷെ ദൈവമുണ്ട് അല്ലെങ്കിൽ വിശ്വാസമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സഹായങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ തന്നെ അറിഞ്ഞതാണ് ഡ്രൈവറായിട്ട് ഉണ്ടായിരുന്ന ഷിനോജേട്ടന് ഒരു വീട് വെച്ച് നൽകി. പക്ഷെ എന്നിരുന്നാൽ കൂടിയും അങ്ങനെ ഒരു വീട് അവിടെ വെച്ച് നൽകിയിട്ട് പോലും ഷിനോജേട്ടനും ഫാമിലിയും ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്, മാഡത്തിന്റെ എല്ലാ സഹായങ്ങളുമായിട്ടെന്ന് പറഞ്ഞിട്ട്. അതെന്താണ് ആ ഒരു അടുപ്പത്തെ പറ്റി? അതെന്താന്ന് വെച്ചാൽ ഷിനോജി ഇപ്പം ഞാൻ ഷിനോജിനെ പരിചയപ്പെടുന്നത് 2004 കാലഘട്ടങ്ങളിൽ ഈ നോട്ട്ബുക്ക് സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിൽ സാസ്റ്റർ ഹോട്ടലിലുള്ളപ്പോഴാണ് ഷിനോജിനെ കാണുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു, നല്ല അടുപ്പമുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് സീനിയേട്ടൻ പറഞ്ഞു, അവിടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുക ഷിനോജി. അപ്പം പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഡ്രൈവർ ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് സീനിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഷിനോജി ഉണ്ട് അവിടുത്തെ, നല്ല പയ്യനാണ്, എനിക്കറിയണ പയ്യനാണ്, നല്ല പയ്യനാണ്, നമുക്ക് വിളിച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ കൂടെ പോരുന്നത്. വർഷങ്ങൾക്ക് മുന്നേ, വർഷം ഞാൻ ഏകദേശം അത്ര നോർക്കല്ല, എന്നാലും 7-8 അങ്ങനെ ആ ഒരു കാലഘട്ടമാണ്. വന്നു, ഷിനോജി വന്നു, അന്ന് മുതൽ നിൽക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഷിനേട്ടൻ 2 വർഷം മുന്നേ പറഞ്ഞു നമുക്ക് അവനൊരു വീട് വെച്ച് കൊടുക്കണം. കാരണം വേറൊന്നുമല്ല, പുള്ളിക്ക് കുടുംബം ഇവിടെയൊക്കെ ഉണ്ട് കോഴിക്കോട്, പക്ഷേ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തതുകൊണ്ടായിരിക്കും പുള്ളി കല്യാണം കഴിക്കാത്തത്. ഷിനോജി കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഷിനോജി അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഒരു വീട് സ്വന്തമായിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ കല്യാണം കഴിക്കും. അപ്പോൾ അവനൊരു വീട് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീടുകൾ നോക്കി, പക്ഷേ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വീടൊന്നും നല്ലതല്ല കിട്ടുന്നത്. അപ്പോൾ പിന്നെ വിനീതും ധ്യാനും സീനിയേറ്റനും കൂടി ഒരു തീരുമാനം പറഞ്ഞു, വിമല ചേച്ചി എല്ലാവരും കൂടി ഒരു തീരുമാനം പറഞ്ഞു,
നമുക്ക് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെക്കാം. അങ്ങനെ സ്ഥലം വാങ്ങിച്ചു. അപ്പം നല്ലൊരു പ്ലാൻ ആയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നമ്മളുടെ കുരിക്കാടുള്ളൊരു ടിനു വർഗീസിനെ കൊണ്ട് ഞാനൊരു പ്ലാൻ വരപ്പിച്ചു. നല്ലൊരു പ്ലാൻ വരപ്പിച്ചു. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ ആ പ്ലാനിൽ വീട് പണിതു കൊടുത്തു. ഇത് കഴിഞ്ഞു. ഇതാണ് ഉണ്ടായത്. അത് പിന്നെ മീഡിയാസൊക്കെ വന്നതുകൊണ്ട് പുറത്തറിഞ്ഞു. അതാരും അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ആ സമയമായി കഴിഞ്ഞപ്പോൾ ഹൗസ് വാമിംഗ് പോലെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിഞ്ഞതേ ഉള്ളൂ. അത് അവരെല്ലാവരും സന്തോഷം. അവരങ്ങനെയാണ്. അവരുടെ വീട്ടിലുള്ള എല്ലാവരുടെയും സാധാരണ ഒരു ആളുകളെ പോലെയാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വീട്ടിൽ അപ്പോൾ വിനീതും ധ്യാനമാണെങ്കിൽ എല്ലാവരുടെയും മക്കളായിട്ടായിരിക്കും മറ്റുള്ളവർ കാണുന്നത്. കണ്ടിട്ടില്ലാത്തവർ പോലും അവരങ്ങനെ കാണുന്നത്. ഈ ഒരു പ്രകൃതം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ശ്രീനിവാസ സാറിന് സിനിമയിലുള്ള ബന്ധം പോലെ തന്നെ, അല്ലെങ്കിൽ സിനിമയിലുള്ള ബന്ധങ്ങളെക്കാൾ കൂടുതൽ സാധാരണക്കാരുമായിട്ടൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും. പുള്ളി എപ്പോഴും സാധാരണക്കാരുടെ ആളുകളായിരുന്നു. സിനിമകൾ ചെയ്യുന്ന പോലെ തന്നെ എന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിയുകയും പറയുകയും ചെയ്യുകയും ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഇപ്പം ഞാനും അടുക്കുന്നത് കൂടുതലും അതുകൊണ്ടാണല്ലോ. ഇപ്പോൾ വേറൊരാളാണെങ്കിൽ ചിലപ്പോൾ എന്നെ അത്ര അടുപ്പിക്കില്ല. അപ്പോൾ എൻ്റെ സിനിമകൾ ഞാൻ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് പോയി. നേരത്തെ പറഞ്ഞല്ലോ, ആ കുടുംബത്തിലൊരു അംഗത്തിനെ പോലെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അവിടെ അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവരെല്ലാവരും കാണുന്നത്. ഇപ്പോൾ ചേച്ചിയാണെങ്കിലും എന്താണെങ്കിലും കാണുന്നത്. അതുപോലെ സാറിൻ്റെ ഉദയനാണ് താരം എന്ന ചിത്രം എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റാറുകളെ കളിയാക്കിയ ഒരു രീതിയായിരുന്നു ഉദയനാണ് താരം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് മറ്റേ സരോജ് കുമാർ എന്നുള്ള രീതിയിൽ അടുത്ത ഫിലിം വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഫിലിം ഫീൽഡിലുള്ള സൂപ്പർ സ്റ്റാറുകളെ പറയുന്ന ഒരു ചിത്രമായിട്ട് മാറി. അതിൻ്റെ അങ്ങനെ ഒരു ചിത്രം എടുക്കുക, അതായത് അതിനെന്തായാലും ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുമല്ലോ. കാരണം ഈ തരത്തിൽ സിനിമയിലുള്ള ആൾക്കാരെ തന്നെ കളിയാക്കി കഴിയുമ്പോൾ എന്തായാലും എതിർപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയതിന് ശേഷം? എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ആര് പറഞ്ഞാലും അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് പറയും, ചെയ്യും. അവിടെ ഇപ്പോൾ ആരെയും ഭയമില്ല. അതാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അതിപ്പോൾ പൊളിറ്റിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ നടന്മാരാണെങ്കിലും പുള്ളി മനസ്സിൽ തോന്നിയത് പറയുന്നൊരു പ്രകൃതമായിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ആ സമയത്ത് ചിലപ്പോൾ ഒരു ശത്രുത ഉണ്ടെങ്കിൽ പക്ഷേ പിന്നീട് അവർ വളരെ കൂട്ടായിട്ട് പിന്നെ മാറിയതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അവിടെ ഒരു സ്ഥായിയായ ശത്രുത ഒന്നും ഇങ്ങനെ ആർക്കും ഉണ്ടാവില്ല. കാരണം അങ്ങനത്തെ ഒരാളല്ല എന്ന് പിന്നീട് തോന്നി അവർ തന്നെ വീണ്ടും അടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു വൈരാഗ്യം, ഒരു പിണക്കമൊന്നും അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളല്ല. അങ്ങനെ മനസ്സിൽ സൂക്ഷിക്കൊന്നുമില്ല. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം കഴിഞ്ഞു. പിന്നെ അത് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ വിളിക്കും, അല്ലെങ്കിൽ പുള്ളി വിളിക്കും, അതങ്ങനെ കഴിഞ്ഞു പോകും. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പുള്ളിക്കാരുടെ വൈരാഗ്യ ദേഷ്യമൊന്നും ഇല്ല. അതുപോലെ തന്നെയാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ മേഡവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ കേട്ടതാണ്, ഫോൺ വിളിക്കുന്ന സമയത്ത് അത്രത്തോളം സ്നേഹത്തെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ആരെയാ ഫോൺ ചെയ്യുന്നതെന്ന് വിചാരിക്കും. പിന്നീടായിരിക്കും അറിയുന്നത് സ്വന്തം ഭാര്യയെ തന്നെയാണ് ഇപ്പോഴും ഇത്തരത്തിൽ സ്നേഹത്തോടെ സംസാരിച്ച് കൊണ്ടുപോകുന്നത്. അതായത് ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവരുടെ ഇടയ്ക്കുള്ള ഒരു പ്രണയം നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അടുത്ത് നിന്നൊരാളെന്നുള്ള രീതിയിൽ ചേട്ടൻ എങ്ങനെയാണ് അതിനെ അറിഞ്ഞിട്ടുള്ളത്? അതങ്ങനെ തന്നെയായിരുന്നു. കാരണം എൻ്റെ ചേച്ചിക്കും രണ്ടുപേർക്കും പരസ്പരം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഈ സുഖമില്ലാതിരുന്ന കാലഘട്ടത്തിലെല്ലാം ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ചേച്ചി നോക്കുന്ന പോലെ വളരെ ഒരു ഭർത്താവിനെ നോക്കുന്നില്ല, ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ആണ് നോക്കിയിട്ടുള്ളത്. അതായത് കൃത്യസമയത്ത് മരുന്ന് കൊടുക്കുക, ഫുഡ് കൊടുക്കുക ഒക്കെ അതിനുവേണ്ടി മാത്രമാണ്. ആ സമയത്ത് ചിലപ്പോൾ കോൾ വന്നാൽ പോലും എടുക്കില്ല. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ചെന്നാൽ പോലും പറയാം അന്നേ ഇന്ന് തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോകുന്ന, ഹോസ്പിറ്റലിൽ പോകാനായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അത്രയ്ക്ക് നിങ്ങൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടെ എനിക്കിങ്ങനെ ഇരുന്നാൽ മതി, ആളുണ്ടായാൽ മതി, ജീവനോടെ ഉണ്ടായാൽ മതി, ഞാൻ നോക്കിക്കോളാം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ അവസാനം വരെ സർവട്ടേക്ക് എന്താ പറയുക നടക്കുകയും അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടായിരുന്നു. ബോഡി വീക്ക് ആണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം സംസാരിക്കാറുണ്ടോ, മേഡമായിട്ട് സംസാരിക്കാറുണ്ടോ ചേട്ടൻ? ഇപ്പോൾ അരമണിക്കൂർ ഇവിടെ വരുന്നതിന് അരമണിക്കൂർ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഉച്ചവരെ അവിടെ ഉണ്ടായിരുന്നു, കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം മരിച്ചതിന് ശേഷമാണെങ്കിലും എല്ലാ ദിവസവും അവിടെ പോവുകയും അവിടുത്തെ കാര്യങ്ങൾ നോക്കുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ, കാരണം എൻ്റെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥമില്ലല്ലോ. പക്ഷെ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും കാണുന്നില്ലെന്നുള്ളു. അപ്പോൾ 2 ദിവസമെങ്കിലും മീഡിയാസ് ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും കണ്ടു, പിന്നീട് കാണുന്നില്ല. അത് ഞങ്ങൾക്കിടയിലുള്ളൊരു കാഴ്ച മാത്രമാണ്. അതിപ്പോൾ പുറത്തെനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ എൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിയും ഇപ്പോൾ എന്താ പറയുക, എൻ്റെ അവസാന കാലം വരെ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ
ഉണ്ടാവും. മാഡം എങ്ങനെയാണോ ഓക്കെ ആയി വരുന്നുണ്ടോ? ആ ഒരു മരണം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും ഓക്കെ ആയി വരുന്നു. കാരണം ഇതിന്റെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അറിയാലോ. ഇപ്പൊ അത്രയ്ക്ക് സ്നേഹത്തോടു കൂടി ഇരുന്ന അച്ഛനും മക്കളും അമ്മയും എല്ലാവരും കൂടി സ്നേഹത്തോടെ ഇരുന്ന ഒരു അവസ്ഥയിലാണല്ലോ ഇങ്ങനെ ഉണ്ടാകുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു ഭയങ്കരമായി പ്രശ്നത്തിലിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ മാത്രമാണ് ഇത് വരുന്നത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വിഷമമുണ്ട്. പിന്നെ അത് എല്ലാം മാറി വരണമല്ലോ. മരണം മനുഷ്യ സഹജമാണ്, അത് വരും എന്നാണ് പറയുന്നത്. ഇനിയിപ്പം എല്ലാം ഓക്കെ ആവും. എന്നാലും ചേച്ചിയുടെ വിഷമങ്ങൾ അങ്ങനെ ഉണ്ട്, അത് ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം അദ്ദേഹത്തിന് ഈ ഒരു അസുഖം തുടങ്ങിയിട്ട് ഇപ്പം ഇത്രയധികം വർഷങ്ങളായി. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ സെയിം സാഹചര്യം പോലെ വന്നിട്ടുണ്ട്? അതായത് അസുഖം വഷളായി ഒരു അങ്ങനത്തെ ഒരു അസുഖം വഷളാകലെന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ഒരു ദിവസം ഒന്ന് പയ്യൊന്ന് തന്നി ഒന്ന് വീണു, ഒന്ന് പെട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് വീണിട്ട്. അപ്പൊ തന്നെ അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും എമിലി ചേച്ചിയും കൂടി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. രാവിലെ ഞങ്ങൾ ചെന്നു, 4 മണിയായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവില്ല. അത് വേറെ ഇങ്ങനെ എന്താറില്ല. ഡയാലിസിസ് അതിന് ഡേറ്റ് ഉണ്ട്, ആ ഡേറ്റിൽ പോകും വരും. ചികിത്സയൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചികിത്സ എല്ലാം കൃത്യമായിട്ടും മരുന്നുകളെല്ലാം കൃത്യമായിട്ടും എല്ലാം ഉണ്ടായിരുന്നു. അതിനകത്തെല്ലാം വിമല ചേച്ചി കൂടെ നിന്ന് തന്നെ ചെയ്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെയുള്ള ഒരാളെ കണ്ടിട്ടില്ല കൂടെ നിൽക്കാൻ, ഭർത്താവിൻ്റെ കൂടെ നിന്ന് ചെയ്യുന്ന. ഉണ്ടാവുമായിരിക്കാം, പക്ഷെ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ എല്ലാം വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് വന്നതുകൊണ്ട് തന്നെ മരണപ്പെടും എന്നൊരു ചിന്ത എവിടെയും പോയിട്ടുണ്ടാവില്ല. ഇല്ല, മരണപ്പെടുന്നു, മരിച്ചു കഴിയുമ്പോഴും ചേച്ചി അത് അറിയുന്നില്ല, മരിച്ചു എന്നുള്ളത് അറിയുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും അറിയുന്നില്ല. പിന്നെ അവിടെ പറഞ്ഞു കഴിയുമ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അറിയുന്നത്. പിന്നെ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു തൃപ്പൂണിത്തുറ. അവിടുന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്തത്. അത് ആംബുലൻസിൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആംബുലൻസിൽ ഇന്നലെ ചേച്ചി ഞാനും വിനീതും അവരെല്ലാവരും കൂടി കൊണ്ടുപോയി. പിന്നെ നമ്മൾ അവിടെ തിരക്ക് വീട്ടിൽ അത്രയും വരാതിരിക്കാൻ വേണ്ടി ടൗൺ ഹാളിൽ വെക്കാവുന്ന ഒരു തീരുമാനം, അത് നമ്മളുടെ സത്യനന്ദിക്കാട് സാറ് എന്ത് പറയുന്നോ സാറ് പറയുന്ന പോലെ ചെയ്യാനാണ് വിനീതും ഞാനും പറഞ്ഞത്. കാരണം അവരിങ്ങോട്ട് എത്തണ ആ സമയത്ത്. അപ്പോൾ സതീൻ സാറ്, പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ നമ്മുടെ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ് സാറ്, പിന്നെ അതേപോലെ തന്നെ ബാദുഷ, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി അങ്ങനെ തീരുമാനമെടുത്തു. വീട്ടിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് നമ്മൾ ഒരു 12:30 ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് എല്ലാവരും കണ്ടാണല്ലോ. 3:30 അവിടെ നിർത്തി വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ വീട്ടിൽ പിറ്റേന്ന് രാവിലെ ചടങ്ങുകൾ നടത്തി. ഇതെല്ലാവരും കണ്ട കാര്യങ്ങളാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. സത്യൻ സാറിനെ ആരായിരുന്നു അറിയിച്ചിരുന്നത് ഈ ഒരു മരണ വാർത്ത? സത്യൻ സാറിനെ ഇവിടെ നിന്ന് തന്നെ വിളിക്കുകയും അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ വിളിക്കുകയും, പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ആ സമയത്ത് തന്നെ സാറിനെ അറിയിച്ചു. സാറും എത്തപ്പെട്ടു. എല്ലാവരും പല പല സ്ഥലത്താണല്ലോ, എന്നാലും എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തി. അതിനുശേഷം അവിടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് പോകുന്നവര് സത്യൻ സാറും മക്കളും ഭാര്യയും എല്ലാവരും സാറിൻ്റെ മേഡം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും സ്വന്തം വീട് പോലെ, സത്യൻ സാറിൻ്റെ ഒരു സ്വന്തം വീട് പോലെ തന്നെയാണല്ലോ. അതെല്ലാം അങ്ങനെ തന്നെയാണ് കാണുന്നതും, അങ്ങനെ തന്നെയാണ് ഉള്ളതും. ഈ പറഞ്ഞ പോലെ ഇപ്പം ചേട്ടനാണെങ്കിലും ഷിനോ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിലും ജസ്റ്റ് സിനിമ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വന്ന് വെച്ച് കണ്ട ആൾക്കാരാണ്. പക്ഷെ അവരെ ഇങ്ങനെ നെഞ്ചോട് ചേർക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ ഒരു എന്താ പറയുക ജീവിതത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കി മാറ്റുക എന്നത് ശ്രീനിവാസ സാറിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സിനിമ ചെയ്യുന്നു, തിരിച്ച് ഫാമിലി വേറെ സിനിമാ പ്രവർത്തനം വേറെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതിലുപരി അതുപോലെ തന്നെ ചേർത്ത് നിർത്തുക. ഇപ്പം ഞങ്ങൾക്കൊക്കെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര അതിശയം തോന്നിയൊരു കാര്യമാണ് ഈ പറഞ്ഞുള്ള ഒരു വീട് വെച്ച് കൊടുത്തു. അല്ലെങ്കിൽ അവരാണെങ്കിൽ പോലും ഇപ്പം സാർ അത്രയും ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു വീട് വെച്ച് നൽകിയിട്ട് കൂടി ഔട്ട് ഹൗസിൽ നിൽക്കുകയാണ് മാഡത്തിന് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. ഒരു എനിക്ക് തോന്നുന്നു നമ്മൾ എത്രയൊക്കെ ആൾക്കാരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് ചിലവരെ ഭയങ്കരമായിട്ട് സഹായിച്ചാൽ പോലും തിരിച്ച് ചിലപ്പോൾ ആ ഒരു സ്നേഹബന്ധം നമുക്ക് തിരിച്ച് ലഭിച്ചു എന്ന് വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ ശ്രീനിവാസ സാറിന് അതിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. കാരണം ആത്മാർത്ഥതയുള്ളവരെ തന്നെയാണ് ചേർത്ത് പിടിച്ചത് എന്നുള്ളൊരു വലിയ കാര്യം സാർ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അതായത് ഇതിപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പേര് മാത്രമാണല്ലേ, ഇപ്പം സാറാണെങ്കിലും ഷിനോ ചേട്ടനൊക്കെ ആണെങ്കിലും, അല്ലാതെ ഉള്ള ആൾക്കാരോടുള്ള അടുപ്പമൊക്കെ എങ്ങനെയായിരുന്നു?
അല്ലാതെയുള്ള അടുപ്പവും ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പലർക്കും പല സഹായങ്ങളും പലപ്പോഴും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം, അത് പിന്നെ ഒന്നും പറയാത്തൊരു കാര്യം കൊണ്ട് പറയാം. ഒരു ദിവസം എന്നോട് പറഞ്ഞു, പെട്ടെന്ന് ഒരു 12 മണിക്കുള്ളിൽ കുറച്ച് രൂപ ഒരു അക്കൗണ്ടിലേക്ക് ഇടണം, അക്കൗണ്ട് നമ്പർ തന്നു. പക്ഷെ അന്ന് ബാങ്ക് ടൈം ആ സമയത്ത് ഈ ശനിയാഴ്ചകളിൽ ഉച്ചവരെ ബാങ്ക് 12 മണി വരെയുള്ള ടൈമാണ്. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് കഴിയുമ്പോൾ HDFC ബാങ്ക് ഉണ്ട് 2 മണി വരെ. പക്ഷേ അവിടെ അക്കൗണ്ടുള്ള ആളില്ല. പിന്നെ അക്കൗണ്ടുള്ള ആളെ കണ്ടുപിടിച്ചു. ആ പൈസ കൊണ്ട് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇട്ടതിന് ശേഷം വിളിച്ചു പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് സമാധാനമായത്. പിന്നെയാണ് അറിയണത് പഴയതൊരു മേക്കപ്പ് മാൻ്റെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണം. അപ്പോൾ ബില്ലടക്കാൻ പൈസ ഇല്ല. അതായിരുന്നു സംഭവം. പിന്നീടാണ് ഞാൻ അറിയണത്. പക്ഷെ എന്താണെന്ന് എന്നോട് പറഞ്ഞില്ല. ഈ അക്കൗണ്ടിൽ ഈ പൈസ 12 മണിക്കുള്ളിൽ ഇടണം. ഇതാണ് പുള്ളിയുടെ ആവശ്യം. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇതൊരെണ്ണം മാത്രം ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സായിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഷിനുജിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പം എൻ്റെ കാര്യമാണെങ്കിലും പേഴ്സണലായിട്ട് എൻ്റെ മോൻ 2006 കണ്ണിൻ്റെ ഒരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ പവർ ഗ്ലാസ് വെച്ചിരുന്നു. അപ്പോൾ അത് മാറ്റാനായിട്ട് ശ്രീദേവിയിലൊരു ട്രീറ്റ്മെൻറ്റ്, ശ്രീദേവി ഒന്നും കൂത്താട്ടുകുളം ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പോൾ അന്ന് 40,000 രൂപ വേണം. 2006 ഓർക്കണം. അന്ന് ഗോൾഡിന് പവന് 8,500 രൂപ വിലയുള്ളു. അപ്പോൾ ആ സമയത്ത് എനിക്കത്രയും അത് സാമ്പത്തികം ഇല്ല. ആ സമയത്ത് നിൽക്കുന്ന വർക്കുകൾ ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷെ പെട്ടെന്ന് ചെയ്യുകയും ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകുമെന്നാണ് അവർ പറയുന്നത്. ഇത് പറയലും എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ തന്നെ ചെക്ക് തന്നെ ഇന്ന് തന്നെ പൊക്കളാൻ പറയണേ. അങ്ങനെ തന്നെ അവൻ എന്നോട് ചെക്ക് ചെയ്തിരുന്നു, ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു. അവൻ ഓക്കെ ആയി. അന്ന് മുതൽ ഗ്ലാസും മാറ്റി പവറും ഉണ്ട്. ഇപ്പോൾ അവന് 25 വയസ്സായി. അന്ന് 1ാം ക്ലാസ്സിൽ പഠിക്കുക. 6 വയസ്സുണ്ട് ആ സമയത്താണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് എൻ്റെ വൈഫ് ഹൗസ് കട്ടപ്പനയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കുറച്ച് പറമ്പുണ്ട്. പക്ഷെ ഏലം ബാക്കിയുള്ള ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനൊക്കെ ഏലം ഉണ്ട്, ഞങ്ങൾക്കില്ല. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പുള്ളിയോട് പറഞ്ഞു, സ്ഥലം ഇട്ടിങ്ങനെ ഇത് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ പറഞ്ഞു അത് ചെയ്യാൻ എന്ത് ചിലവ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഇത്രയും വരും. ശരി. നേരെ റൂമിലേക്ക് പോകുന്നു. തിരിച്ചു വരുന്നത് പൈസ തുടങ്ങാനുള്ള പൈസ, ഇത് തുടങ്ങാനുള്ളത് 3 ദിവസം കഴിഞ്ഞ് ബാക്കി പൈസ കൂടി തരും. ഇന്ന് തന്നെ പോയി തുടങ്ങിക്കോ. അന്ന് തുടങ്ങിയ ഏലം കൃഷിയും കാര്യങ്ങളും അതാണ് എൻ്റെ ഒരു വേറൊരു വരുമാനം. വൈഫാണ് അത് നോക്കുന്നത്. ഇന്നും അതുണ്ട്, ആ കൃഷിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ ഉടൻ അല്ലാണ്ട് ആലോചിക്കട്ടെ പിടിക്കട്ടെ വേറെ ഒന്നുമില്ല. അത് പുള്ളിയുടെ തോന്നലാണ്, ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തട്ടത്തിൻ മറിയത്തിൻ്റെ കാര്യം, ഞാൻ സിനിമ നിർമ്മിക്കാനുള്ള ഒരു ആഗ്രഹമായിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും. ഒരു സന്നോട് ചെല്ലു പറഞ്ഞ് അത് പറഞ്ഞു വെച്ചു. ആ ശരിയെന്ന് പറഞ്ഞു. പിന്നെ വിളിക്കുന്നത് തട്ടത്തിൻ മറിയത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് ആൻ്റണിയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ആ സിനിമ ചെയ്തു. എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ മുകേഷ് ചേട്ടൻ ജസ്റ്റ് പൂജയ്ക്ക് വന്നു, ഇങ്ങനെ പോയി. സൈനികൻ അഭിനയിക്കാൻ വന്ന് പോയി. പടത്തിൻ്റെ ഒരു പ്രൊഡ്യൂസറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ തന്നെ ചെയ്തു. ഒരു 100 ചെക്ക് ഒപ്പിട്ട് വെച്ചിരിക്കുക. എന്നിട്ട് അതിൽ നിന്ന് അക്കൗണ്ടിൽ പൈസ ഉണ്ട്, എടുത്ത് പടം ചെയ്യുന്നു. വളരെ നല്ല ഒരു സെറ്റായിരുന്നു. ആ സിനിമ നന്നായിട്ട് ചെയ്തു. ഇട്ട ബഡ്ജറ്റിൽ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം വീണ്ടും സിനിമ നിർമ്മിക്കാൻ വേണ്ടിയുള്ള ശ്രമം. എൻ്റെ കയ്യിൽ ഫണ്ടില്ല. അപ്പോൾ ഫണ്ടർമാരെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു, അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സീനിയേട്ടൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സിനിമ ഉണ്ടാക്കാനുള്ള. അതൊക്കെ പിന്നീട് പറയാം, അതിന് വരണം മുറക്ക് പറയാം. അപ്പോൾ ഫണ്ടർമാർ നല്ല നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ച് വരുന്ന ഫണ്ടർമാരേ പറ്റുള്ളൂ. നമുക്കൊരു പ്രൊഡ്യൂസർ അല്ല, ഫണ്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു പുതിയ ആളും കൂടിയാണല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഗോഡ് ഫാദർ ആയിരുന്നു, എൻ്റെ ഒരു ചേട്ടനായിരുന്നു, എല്ലാമായിരുന്നു സിൻസാർ. ഞാൻ സിൻസാറും സിനിയേട്ടനൊക്കെ മാറി മാറി വിളിക്കും. കാരണം എൻ്റെ സ്നേഹം വരുമ്പോൾ അങ്ങനെ കൂടെ ഒക്കെ മാറിപ്പോകും. ഇതാണ് പുള്ളിനെ കുറിച്ച് എനിക്ക് എൻ്റെ ഹൃദയത്തിലുള്ളത്. ശ്രീനിവാസ സാർ എല്ലാവരെയും സഹായിക്കുന്ന ഒരു പ്രകൃതക്കാരനാണെന്ന് പറഞ്ഞു. എത്രത്തോളമാണ് വിനീതേട്ടനും ധ്യാൻ ചേട്ടനും ആ ഒരു സ്വഭാവം ലഭിച്ചിട്ടുള്ളത്? അവർക്കും അങ്ങനെ തന്നെയാണ്. കാരണം അവരും സഹായ മനസ്സ് 2 പേർക്കുണ്ട്. അത് പണം കൊണ്ട് മാത്രമല്ല, അല്ലാതെയും പല രീതിയിലും സഹായിക്കാം. പണം കൊണ്ട് സഹായിക്കും, അല്ലാതെയും സഹായിക്കും. ഇപ്പം ഈ സിൻസാർ മരിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നത് 2 പേര്, ഒരുപാട് പേര് വീട്ടിൽ കാണാൻ വരുമായിരുന്നു. അതിൽ പരിചയമുള്ളവരും ഇല്ലാത്തവരും ഉണ്ട്. അതിൽ 2 പേര് വന്ന സഹായം ചോദിക്കാനായിരുന്നു. വിനീത് പൈസ കൊടുത്ത് വിടുകയും ചെയ്തു. ആരാണെന്നോ ഏതാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. കൊടുത്തു വിട്ടു.
എത്ര കൊടുത്തതെന്നൊന്നും പറഞ്ഞില്ല. 2 പാർട്ടിക്കാർക്കും കൊടുത്തു. അപ്പോൾ ഇങ്ങനെയും വരില്ല ആൾക്കാർ കാണാൻ വരുന്ന കൂട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ സഹായം, വീട് പണി അല്ലെങ്കിൽ മകളുടെ എന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞത് 2 പേർക്ക് കൊടുത്തു വിട്ടു. അതാരും അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഞാൻ അറിഞ്ഞത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു എന്താ വിനീതനാണെങ്കിലും ഡയറക്ഷനിലേക്ക് തിരിയുന്നു. അപ്പം അച്ഛന്റെ വക ഉപദേശം തേടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നോ? അതൊരു വീട്ടിലെല്ലാം എല്ലാവരും ഡിസ്കഷൻ നടത്താറൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഓരോരുത്തരുടെ കഴിവ്. പക്ഷെ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് തന്നെ ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അവര് പുറത്ത് വരുമ്പോൾ കൗണ്ടർ ഇങ്ങനെ പറയുമ്പോൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നില്ല. ഇപ്പം അതാണ് ഞാൻ പറയാൻ വരായിരുന്നു. ഇപ്പൊ പുതിയ ചിത്രത്തിലാണെങ്കിൽ തന്നെ വിനീതനും ധ്യാൻ ചേട്ടനും ആ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്, ബബ്ബ എന്ന് പറയുന്ന ചിത്രത്തില്. അതിൽ അവര് തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്, നീ പുറത്തു പോയി ഇന്റർവ്യൂ കൊടുത്ത് അച്ഛനെയും ചേട്ടനെയും വരെ ആക്ഷേപിക്കുമല്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള തമാശകൾ നടക്കുന്നുണ്ട്. തമാശയായിട്ട് തന്നെ അവരെടുക്കാറില്ല, അത് വലിയ സീരിയസ് ഒന്നും ഇല്ല. അതൊക്കെ തമാശകളായിട്ട് തന്നെ. അവരൊരു അറിയാലോ, തമാശ ഫാമിലി ആണല്ലോ. എല്ലാം ആ രീതിയിൽ എടുത്തു പോകുന്ന ഭയങ്കര സീരിയസോ ഗൗരവമായിട്ട് കാര്യങ്ങൾ പറയുകയോ അങ്ങനെയൊന്നുമല്ലോ. ഫാമിലി എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അഭിനയമാണെങ്കിലും കാണുമ്പോൾ ഇപ്പോൾ സിനിമേട്ടൻ അഭിനയിച്ചിരുന്ന ഹ്യൂമർ പടങ്ങളാണ്, ചെയ്തതും ഡയറക്റ്റ് ചെയ്തതും എഴുതിയതും എല്ലാം ഹ്യൂമർ പടങ്ങളാണ്. വിനീതിൻ്റെയും എല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അഭിനയമാണെങ്കിലും സിനിമയാണെങ്കിലും അങ്ങനെ തന്നെ. ധ്യാനും അങ്ങനെ തന്നെയാണല്ലോ. ഹ്യൂമർ ഇല്ലാത്ത പരിപാടി അവിടെ ഇല്ല. അതപ്പം എനിക്ക് തോന്നുന്നു ഫാമിലിയും അങ്ങനെ തന്നെയാണ്. ഫാമിലിയിൽ അവരുടെ ഒരുമിച്ചിരിക്കുന്ന സമയം മാക്സിമം അങ്ങനെ തന്നെ അവരെല്ലാവരും അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് തന്നെ അതൊക്കെ തന്നെ ആ ജീവിതം അവരുടെ എല്ലാവരുടെയും ബ്ലഡിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാനും അവിടെ കൂടി വന്നു കഴിയുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ മാറി, ഞാനും അങ്ങനെയൊക്കെ മാറി. ഞാൻ കുറച്ച് സീരിയസ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഞാനും അങ്ങനെയൊക്കെ മാറി. അതായത് മുല്ലപ്പൂ നമ്മളെയും അറിയാണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് കാണുമ്പോഴല്ല നമുക്ക് മനസ്സിലാണ് ഇങ്ങനെയാണോ എന്നുള്ള തോന്നുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക്. അതുപോലെ ധ്യാൻ ചേട്ടന്റെ വൈഫിനോടാണെങ്കിലും വിനീതന്റെ വൈഫിന്റെ അവരുമായിട്ടുള്ള ഒരു മരുമക്കളുമായിട്ടുള്ള ഒരു അടുപ്പം വളരെ നല്ല അടുപ്പം തന്നെയായിരുന്നു. കാരണം അവർ വരുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളും, മക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും. കാരണം അത് ഞാനിവരുടെ 2 പേരുടെയും കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം അതിന്റെ കൂടെ നിന്ന് ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പൊ അന്ന് മുതൽ എനിക്കറിയാം ഇവര് മരുമക്കൾ 2 പേരും വരുമ്പോഴും അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ. പക്ഷെ വീട്ടിൽ അതുപോലെ തന്നെ നല്ല സ്നേഹമായിരുന്നു. കുട്ടികളാണെങ്കിലും നല്ല സ്നേഹമായിരുന്നു. ഞാൻ വീണ്ടും പറയണം, അതുകൊണ്ടാണല്ലോ ആ മരിച്ച ദിവസം ഇവരും കുട്ടികളും എല്ലാവരും അതേപോലെ ഇന്നവരാരും കാണാത്തൊരു കാഴ്ചയാണ് കണ്ടിട്ടുണ്ടാകുക. അതെ. അതുപോലെ തന്നെ സാറിന്റെ ചിത്രങ്ങൾ ഇപ്പം സാർ തന്നെ പറഞ്ഞല്ലോ കൂടുതലും ഹ്യൂമർ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാറ് എഴുതുന്ന സിനിമയിൽ ഏറ്റവും കളിയാക്കുന്ന കഥാപാത്രം ഏതാണോ അല്ലെങ്കിൽ ഏറ്റവും കോമഡി ആക്കപ്പെടുന്ന കഥാപാത്രമാണ് അത് തന്നെയായിരിക്കും സാറ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ സാറിന്റെ കഥാപാത്രം ആ തരത്തിലാവാനും സാറ് നോക്കാറുണ്ട്. അങ്ങനെ കളിയാക്കി ചിത്രീകരിക്കുന്നതിനെ പറ്റിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതായത് അദ്ദേഹത്തിന്റെ സിനിമകളെന്ന് പറഞ്ഞാൽ ജനങ്ങളെ രസിപ്പിക്കുക, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക. അത് ചെയ്യണമെങ്കിൽ നമ്മൾ സ്വയം പൂഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ സ്വയം ആളായിക്കൊണ്ടൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്ക് ഇത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ വിജയവും. അത് ആ വിജയവും വന്നത് അങ്ങനെ തന്നെയാണ്. അതല്ലാതെ വേറൊരു രീതിയിൽ പുള്ളി തന്നെ സൂപ്പർ സ്റ്റാർ ആയിട്ട് കാണിക്കാം. പക്ഷെ അത് കളിയാക്കിയ സൂപ്പർ സ്റ്റാർ ആയിട്ട് പുള്ളി കാണിക്കാറുള്ളത് അല്ലേ? അങ്ങനെ കാണിക്കുള്ളൂ. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഹ്യൂമർ ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട്. കാരണം ആൾക്കാരെ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു കോമഡി ചെയ്ത് ആൾക്കാർക്ക് ചിരിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നത് ഇതായി പോകും. പക്ഷെ ആ ഒരു കാര്യത്തിൽ സാർ അങ്ങോളം അന്ന് തൊട്ട് ഇങ്ങോട്ട് വരെ നോക്കുകയാണെങ്കിൽ സാർ ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ല. സാർ അത്രത്തോളമാണ്, ഏതൊരു സീൻ ബൈ സീൻ എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിലും സാറിന് അത്രത്തോളം നമുക്ക് സാധാരണക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പം അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ് കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വന്ന് ആ ഒരു ഭാഗമൊക്കെ കണ്ടിട്ടുള്ളതായിരുന്നു. അപ്പം സിനിമ നോക്കുകയാണെങ്കിലും സാറിൻ്റെ അല്ലാതെ കൃഷി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിലും സാർ ഈക്വലി ആ ഒരു 2 സൈഡും ശ്രദ്ധിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ്? ഈ പറയുന്ന പോലെ ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞതാണ്, സിനിമ സെറ്റിലാണെങ്കിൽ കൂടിയും അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സാർ അറിയുമായിരുന്നു അല്ലെങ്കിൽ അന്വേഷിക്കുമായിരുന്നു എന്ന് പറയുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾ 2010-11 അവിടെ പുതിയ കണ്ടനാടുത്ത
വീട് താമസം തുടങ്ങുന്നത്. പണി തുടങ്ങിയിട്ട് കുറേയായിരുന്നു താമസം തുടങ്ങുന്നത്. അതിനുശേഷം ആദ്യമായിട്ട് അവിടെ നമ്മൾ പറമ്പ് വാങ്ങിച്ചൊരു വലിയ പ്ലോട്ടിൽ നിന്നാണ് 75 സെൻറ്റ് വാങ്ങിച്ചത്. പിന്നെ ഒരു 75 സെൻറ്റ് ഫ്രണ്ടിന്, അങ്ങനെ 1.5 ഏക്കർ ടോട്ടൽ ഉണ്ടെങ്കിലും 75 സെൻറ്റ് സീനിയറിൻ്റെ കൈവശം തന്നെയാണ് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ അവിടെ ഒരു പ്രകാശൻ ചേട്ടൻ ഉണ്ടായിരുന്നു, പാലാഴി പ്രകാശൻ ചേട്ടൻ്റെ ഒരു 3.5 ഏക്കർ പാടത്തിലാണ് ആദ്യം കൃഷി ഇറക്കുന്നതും ഈ പറമ്പിൽ തുടങ്ങുന്നതും. അന്ന് അവിടെ ലോക്കൽ ഏരിയയിൽ അധികം ആളുകളുടെ പരിചയമൊന്നും ആയിട്ടില്ല. പക്ഷെ പിന്നീട് ഇത് കണ്ട് വന്ന് പിന്നീട് അവിടെ ലോക്കൽ ഏരിയയിലുള്ള കണ്ടനാട് ഏരിയയിലുള്ള ആളുകളായിട്ടൊക്കെ ബന്ധമാവുകയും വരികയും പിന്നെ കൃഷി അവിടെ കർഷക സമിതി ഉണ്ടാക്കുകയും പിന്നെ കൃഷിയൊക്കെ എല്ലാം വലിയ രീതിയിൽ ഏക്കർ കണക്കിന് ഇതിലേക്ക് പോരുകയും പിന്നെ കേരളം മുഴുവൻ അത് വേവിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായത്. അപ്പം അങ്ങനെ ഒരു തുടക്കമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പാട്യം അല്ലെങ്കിൽ അവിടെയൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതെനിക്ക് അറിയില്ല, അന്നത്തെ കാലമല്ലേ, അവിടെയുള്ള കാലമല്ലേ. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയാണ് കൃഷി അവിടെ കർഷക സമിതി എന്നുള്ള പോലെ ഉണ്ടാക്കുകയും വരികയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെയുള്ളവരെല്ലാവരും അദ്ദേഹത്തോട്ട് നേരിട്ട് വിളിക്കുന്ന ആൾക്കാരാണ്, കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാം അറിഞ്ഞിരിക്കും. പിന്നെ വരുന്ന സമയത്ത് അവിടെ എല്ലാം അന്വേഷിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. മാഡം ഇതിനെ പറ്റിയൊക്കെ ഇപ്പോൾ അറിയാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ ഒക്കെ താല്പര്യപ്പെടുന്നുണ്ടോ? കാരണം സാറുള്ള സമയത്ത് അല്ല, അന്നും കൃഷി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നോക്കിയൊക്കെ ചെയ്യാറുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. കാരണം ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അതിലൊക്കെ ഇൻവോൾവ് ആകുമായിരിക്കും. ഞാനും ഇപ്പോൾ കൃഷിയിൽ കുറച്ച് ഇൻവോൾവ്മെന്റ് ഉണ്ട്. പിന്നെ വിനീത് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഉള്ളത് മാത്രമേ ഉള്ളൂ. വിനീതും വരുമ്പോൾ അവർക്കെല്ലാം കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ വന്നതൊന്നും കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ, അതിന് പ്രത്യേക സമയം ഇതൊക്കെ വേണം. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക, അതിനകത്ത് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാറുണ്ട്. ധ്യാൻ ചേട്ടൻ ശ്രീനിവാസ സാറിന്റെ അതേ സ്വഭാവവും വിനീതേട്ടൻ മാഡത്തിന്റെ സ്വഭാവമാണ്. കാരണം വിനീതേട്ടൻ കുറച്ച് സൈലന്റ് ആണ്, ധ്യാൻ ചേട്ടൻ കുറച്ചും കൂടി എല്ലാവരുമായിട്ടും ഭയങ്കര കമ്പനി ആവുന്ന, അത് നമ്മൾ നോക്കുമ്പോൾ അത് ശ്രീനിവാസ സാറിന്റെ ഒരു സ്വഭാവമായിട്ടും വിനീതേട്ടൻ ഭയങ്കര ക്വയറ്റാണ്. അത് ചിലപ്പം മാഡത്തിന്റെ നിന്ന് ലഭിച്ചതായിരിക്കും, അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ചേട്ടൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണല്ലോ, അപ്പൊ അറിയാൻ പറ്റും. എല്ലാവർക്കും തോന്നിയതുപോലെ തന്നെ എനിക്കും തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പിന്നെ കുറെ കൂടി വ്യത്യാസമൊക്കെ ഉണ്ടാവും. പുറത്താകുമ്പോൾ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കാണുന്നതാണല്ലോ. മറ്റേത് അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ. എന്നാലും രണ്ടുപേരും നല്ല സ്നേഹമുള്ളവരും അടുപ്പമുള്ളവരൊക്കെ തന്നെയാണ് അവിടെ. മാഡം പൊതുവെ ഭയങ്കര സൈലന്റ് ആയിരുന്നോ? ഇല്ല ചേച്ചി, ആ വീടിൻ്റെ ഒരു നെടുന്തൂണെന്ന് പറയുന്നത് സൈലന്റ് ആണെങ്കിലും നെടുന്തൂണെന്ന് പറഞ്ഞാൽ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാള് വിമല ചേച്ചിയാണ്. അതെനിക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാ കാര്യങ്ങളും അന്നും ഞാൻ പരിചയപ്പെട്ട കാലം മുതൽ, കാരണം സൈലന്റ് ആണ്, എടുത്തിയാടില്ല, ഒന്നും ചെയ്യില്ല, പക്ഷെ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതിനൊരു കഴിവുണ്ട് ചേച്ചി. ഇതിപ്പം ഈ ഒരു എത്രത്തോളം മാഡത്തിന് ഓക്കെ ആകാൻ പറ്റുമെന്നാണ് ചേട്ടൻ കരുതുന്നത്? കാരണം മരണം എന്ന് പറയുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അത് സ്വാഭാവികമായിട്ടും നേരിട്ട് കാണാത്ത പ്രേക്ഷകരായിട്ടിരിക്കുന്നവർക്ക് പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല. അപ്പൊ പിന്നെ കൂടെ ഉണ്ടായിരുന്ന 24 മണിക്കൂർ ഒപ്പം ഉണ്ടായിരുന്ന ഭാര്യ എന്ന നിലയിൽ മാമിനത് എത്രത്തോളം ഓക്കെ ആകാൻ പറ്റും എന്നാണ് ചേട്ടൻ കരുതുന്നത്? ഇപ്പോൾ എന്താ പറയുക ചേച്ചി, ഇപ്പോഴും എന്താ പറയുക, ഇങ്ങനൊരു അവസ്ഥയിലുള്ളത്. അതിന് ശരിയായി വരും എന്നാണ്. കാരണം നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അതിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നാളെ ചേച്ചി ഇങ്ങനെയാവും, അല്ലെങ്കിൽ അങ്ങനെയാവും, അല്ലെങ്കിൽ വിനീത് ഇങ്ങനെയാവും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നാലും ആ വിഷമമെല്ലാം ഉണ്ട്. അവർക്ക് 3 പേർക്കുണ്ട്. അതെല്ലാം അതിൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടുള്ള ഇതാണ്. ഇനിയിപ്പോൾ അതോരോ തീരുമാനം ഒക്കെ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതല്ലേ ഉള്ളു. അങ്ങനെ തന്നെ ഉണ്ടാവും. അതെ, ഏകദേശം 23 വർഷമായിട്ട് ശ്രീനിവാസ സാറിന്റെ കൂടപ്പറപ്പിനെ പോലെ തന്നെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം നമുക്ക് അദ്ദേഹത്തെ പറ്റിയിട്ട് കൂടുതൽ അറിയാനും സാധിച്ചത്. സാറ് വഴിയിട്ട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സംസാരിച്ചതിനും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ ചേട്ടൻ വഴി കഴിഞ്ഞതിനും ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.